കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം തിരുവചനം. Lord, I am not worthy to have you come under my roof, but only speak the word, and my servant will be healed. Gospel of Saint Matthew, chapter 8, verse 8. സ്നേഹം നിറഞ്ഞവരെ, അത്ഭുതങ്ങളുടെ കലവറയാണ് കത്തോലിക്ക സഭ. ശിഷ്യനല്ലാത്ത പൗലോസ്ലീഹായെയും അപ്പസ്തലൻ എന്ന് വിളിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. യാതൊരുവിധ കഴിവുമില്ലാതിരുന്ന, അല്ലെങ്കിൽ പൂഴി പോലെ ഇരുന്ന ശിമോനെ പിടിച്ച് പത്രോസാണെന്നും പറഞ്ഞും പാറയാണെന്നും പറഞ്ഞും ഒന്നാമനാക്കി നിർത്തിയത് നമ്മൾ കാണുന്നുണ്ട്. വ്യഭിചാരിണിയായ മഗ്ദലേന മറിയമാണ് ക്രിസ്ത്യാനികൾ ഒന്നാമത് നിൽക്കുക എന്നതുപോലെ തന്നെ വളരെ അത്ഭുതകരമായ ഒന്നാണ് ഈ വിജാതീയന്റെ വചനം സഭയിലെ സഭയുടെ വിശുദ്ധ ബലി മധ്യേ ഉയർത്തുന്ന ഒരു വലിയ വാക്യം. അതാണ് പറയുന്നത്, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനില്ല, ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രമേ. അതേ സെന്റൻസ് തന്നെ കടമെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതേ വചനം തന്നെ എടുത്തുകൊണ്ടാണ് നമ്മളുടെ ലത്തീൻ ക്രമത്തിലുള്ള വിശുദ്ധ ബലിയിൽ ഉപയോഗിക്കുക. അത്രമാത്രം ഒരു ഡെപ്ത് സഭ ഈ ഭൃത്യന്റെ ശതാധിപന്റെ വാക്കിന് വില കൊടുക്കുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഉള്ള അത്ഭുതങ്ങൾ കാണാനായിട്ട് അത് കത്തോലിക്ക സഭയിൽ തന്നെ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് അവിടെ നൽകുന്ന ഈ വചനം ഒരു വാക്കുച്ചരിച്ചാൽ മതി, അത് വിശ്വാസത്തിന് ആഴങ്ങളിൽ നിന്ന് വരുന്നതാണ് ശതാധിപന്. നമുക്കും ആ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങിക്കാൻ ഈ ശതാധിപനോട് ചേർന്ന് നമുക്ക് സഞ്ചരിക്കാം. പ്രത്യേകിച്ച് സൗഖ്യത്തിന്റെ മേഖല ആഗ്രഹിക്കുന്ന ഓരോ മകനും മകളും ഈ വിശ്വാസ തീക്ഷ്ണതയിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് രോഗികളായിട്ടുള്ള മക്കളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. രോഗാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ICUയിലേക്ക് കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരുടെ വിശ്വാസത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെയും വിശ്വാസം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗഖ്യദായകനായ ദൈവത്തിൻ്റെ കരസ്പർശനം, ഞാൻ 16-12 വലിയ അഭിഷേകം ഈ മക്കൾക്കെല്ലാം വയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹാശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരുരക്തത്തിന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയയും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും